ന്യൂസ് 16 കേരള. 18ാം വാർഷിക നിറവിൽ കൃപ. റിയാദിലെ ആദ്യകാല പ്രാദേശിക കൂട്ടായ്മയായ കായംകുളം പ്രവാസി അസോസിയേഷൻ കൃപ 18ാം വാർഷികവും കുടുംബ സംഗമവും നടത്തി. മലാസ് ചെറീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടി ഫ്ലീരിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TM അഹമ്മദ് ഖോയ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷൈജു നമ്പലശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ സൈഫ് കൂട്ടുങ്കൽ ആമുഖ പ്രഭാഷണവും ഷിബു ഉസ്മാൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മുൻ ചെയർമാൻ സത്താർ കായകുളത്തിന്റെ പേരിലുള്ള സ്കോളർഷിപ്പ് പദ്ധതി വിതരണ ഉദ്ഘാടനം ഇന്ത്യൻ എംബസി സ്കൂൾ ചെയർപേഴ്സൺ ഷഹനാസ് അലി, പദ്ധതി കൺവീനർ KJ അബ്ദുൾ റഷീദിന് നൽകി നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗവാക്കായ സാമൂഹിക പ്രവർത്തകർ ഷിഹാബ് കൊട്ടുകാട്, സനു പയ്യന്നൂർ, ജയൻ കൊടുങ്ങല്ലൂർ, സലാം ഇടുക്കി, വിജയൻ നെയ്യാറ്റിൻകര, ഷംസു പെരുമ്പട്ട എന്നിവർ സന്നിഹിതരായിരുന്നു. കായംകുളം സ്വദേശികളും ബിസിനസ് സംരംഭകരുമായ നൌഷാദ് ബഷീർ, കനി ഇസഹാഖ്, അജേഷ് കുമാർ എന്നിവർക്ക് ബിസിനസ് എക്സലൻസി അവാർഡും അംഗങ്ങളുടെ കുട്ടികളായ ഹൈഷ ഇസഹാഖ് ലൌഷോർ, ഹാഫിൾ മുഹമ്മദ് സയാൻ എന്നിവർക്ക് കൃപ മെറിറ്റ് അവാർഡും നൽകി. ഭാരവാഹികളായ ഷൈജു നാമ്പലശ്ശേരി, ഇസഹാഖ് ലൌഷോർ, അഷ്റഫ് ഹമീദ്, കബീർ മജീദ്, സൈഫ് കൂട്ടങ്കൽ എന്നിവരെ മൊമന്റോ നൽകിയും മുതിർന്ന അംഗങ്ങളായ സൈഫ് കായംകുളം, ബഷീർ കോയ്ക്കലേത്ത്, ദേവദാസ് ഈരിക്കൽ, മുഹമ്മദ് സലീം തുണ്ടത്തിൽ, നിഖില സമീർ എന്നിവരെ പൊന്നാട അണിയിച്ചും ചടങ്ങിൽ ആദരിച്ചു. സലീം പള്ളിയിൽ പുതിയ ഭരണസമിതി പ്രഖ്യാപനം നടത്തി. റിയാദിലെ കലാകാരന്മാർ പങ്കെടുത്ത സംഗീത നിശയും ടീം മെഹർ നയിച്ച ഒപ്പനയും ടോം ആൻഡ് ടീമിന്റെ ഫ്യൂഷൻ ഡാൻസും ടീം ചിലങ്കയുടെ നാടൻപാട്ടിന് ചുവടുവെപ്പും കൃഷ്ണേന്ദുവാർ നായർ, ആലിയ, അനസ് എന്നിവരുടെ നൃത്തങ്ങളും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. മുജീബ് കായംകുളം, പുഷ്പരാജ്, ഡോക്ടർ KR ജയചന്ദ്രൻ, സുഷമ ഷാൻ, മൈമൂന അബ്ബാസ്, സലീം കളക്കര OICC, ഷംനാഥ് കരുനാഗപ്പള്ളി മീഡിയ ഫോറം, റഹ്മാൻ മുനമ്പത്ത് ഫോർക്ക, ബാലുക്കൂട്ടൻ NRK, ക്ലീറ്റസ്, റിയ, അബ്ദുള്ള വല്ലാഞ്ചിറ, സൈഫ് കായംകുളം, ഷാജി മഠത്തിൽ, ഷാജി PK, സെമീർ പിച്ചനാട്ട്, രഞ്ജിത്ത് കണ്ടല്ലൂർ, സലീം തുണ്ടത്തിൽ, ബഷീർ കരുനാഗപ്പള്ളി, ഉമ്മർ മുക്കം, ഗഫൂർ കൊയിലാണ്ടി, മുഹമ്മദ് ഖാൻ, ഹാഷിം ചീരാവള്ളി, സുരേഷ് ശങ്കർ, അലക്സ് കൊട്ടാരക്കര, റസൽ മടത്തിപ്പറമ്പിൽ, പിനു K തോമസ്, ഷാജഹാൻ ചാവക്കാട്, ജോൺസൺ മാർക്കോസ്, സലീം അർത്തിയിൽ, ബഷീർ കോട്ടയം, നാദിർ ഷാ, മൃദുല വിനീഷ്, സജീവ് കായംകുളം, ഷെരീഖ് തൈക്കണ്ടി, മജീദ്, KB പതിനാറുങ്ങൽ എന്നിവർ ആശംസകൾ നേർന്നു. അബ്ദുൽ വാഹിദ്, ഷബീർ വരിക്കപ്പള്ളി, സുധീർ മജീദ്, നൌഷാദ് യാക്കൂബ്, ഷംസ് വടക്കേ തലക്കൽ, ഷാജി വലിയ പറമ്പിൽ, റഷീദ് ചേരാവള്ളി, വിജയകുമാർ, നിസ കായംകുളം, മിറാഷ്, അബ്ദുൽ സമദ്, അനീസ്, ഗൈസ്, മിഥിലാജ് വാളക്കോട്ട്, സുനീർ, അമീൻ, ബിജു കണ്ടപുരം, സീന ഷാജി, ഷംല റഷീദ്, ഫൗസിയ നിസാം, സനൂജ ഇസഹാഖ് എന്നിവർ നേതൃത്വം നൽകി. ഹിബ സലാം അവതാരകയായിരുന്നു. ജനറൽ സെക്രട്ടറി ഇസഹാഖ് ലൌഷോർ സ്വാഗതവും ട്രഷറർ അഷ്റഫ് ഹമീദ് നന്ദിയും പറഞ്ഞു. ഇന്ന് ഈ വേദി സംഘടിപ്പിക്കുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിൽ അതേപോലെ മുൻ പ്രസിഡന്റുമാരായ മുജീബ് കായംകുളം ഓർമ്മിച്ചുകൊണ്ട് ഈ കുടുംബസഭയും കൃപയുടെ പേരിൽ ജീവകാരുണ്യ ഫണ്ടിന്റെ ഈ ഒരു ശേഖരണത്തിന് ഞങ്ങളുടെ അംഗങ്ങൾ ജീവകാരുണ്യ ഫണ്ട് വിതരണം ചെയ്തൊരു വർഷം കൂടിയാണ്. അതോടെ അദ്ദേഹത്തിന്റെയും കൂടെ നിന്ന ചാരിറ്റി പ്രവർത്തകരുടെയും പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് പറയുമ്പോൾ കായംകുളം കൃപയുമായിട്ട് കൃപയെക്കുറിച്ചൊക്കെ ഒരുപാട് ആ വാക്കിന്റെ അർത്ഥം മൂന്നോ നാലോ മണിക്കൂർ സന്തോഷിക്കാമെന്ന് റിയാദിന്റെ പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. വളരെ സുരക്ഷാകരമായ ചില അതിന്റെ പാരമ്പര്യമുണ്ട്. സംഘടനാപരമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൈത്തൂണുകളാകുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഒരു മുഖമുണ്ട്. അതാണ് ശ്രീ സത്താർ കായംകുളം. ഇന്ന് അദ്ദേഹത്തിന്റെ സ്മരണയിൽ
ക്യാമറമാൻ മനോജ് പൂക്കോട്ടുമാടത്തിനൊപ്പം റിപ്പോർട്ട് മജിദ് KP 16 ന്യൂസ് 16 റിയാദ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.